ആശാൻസ് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ വളരെ ബേസിക് ആയിട്ടുള്ള പക്ഷെ മിക്കവാറും ആരും ശ്രദ്ധിക്കാത്ത ഒരു വാക്കാണ്. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സബ്ജക്റ്റ് കഴിഞ്ഞ് വരുന്ന വെർബ് വരും. വെർബിന് 3 ഫങ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അത് ആദ്യത്തെ വീഡിയോസിലാണ്. വീഡിയോ അത് കാണാത്തത് ഒന്ന് കാണണം. അതിനകത്ത് 3 ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ആക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ പൊസഷൻ ആയിരിക്കും, അല്ലെങ്കിൽ പൊസിഷൻ ആയിരിക്കും. സബ്ജക്റ്റിൻ്റെ അവസ്ഥയായിരിക്കും, അല്ലെങ്കിൽ സബ്ജക്റ്റിന് ഉള്ളതായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തിയായിരിക്കും. ഇതാണ് ഈ വെർബിൻ്റെ 3 ഫങ്ഷനുകൾ. നമ്മളെ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ് ചെയ്യുന്ന വെർബിന് ഇംഗ്ലീഷ് ഭാഷയിൽ 3 ഫങ്ഷനുകൾ. ആ 3 ഫങ്ഷനിൽ പൊസഷനും പൊസിഷനും ഈസിയാണ്. പൊസിഷൻ പറയുന്നതാണ് ബി ഫോം, എവിടെ ആകുന്നു. പ്രസന്റിലാണെങ്കിൽ എവിടെ ആകുന്നു, പാസ്റ്റ് ആണെങ്കിൽ ആയിരുന്നു, ഫ്യൂച്ചർ ആണെങ്കിൽ ആയിരിക്കും എന്ന് പറയുന്നത്. പക്ഷെ ഈ ബി ഫോമിന്റെ കറക്റ്റ് ഫോം യൂസ് ചെയ്യുന്ന പറഞ്ഞ് പരീക്ഷ പോലും ചോദിക്കാറുണ്ട്. പലർക്കും അത് പിടികിട്ടത്തില്ല. യൂസ് ദ റൈറ്റ് ഫോം ഓഫ് ബി ഇ എന്നിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് കൊടുക്കും. ഈസ്, വാസ്, ആർ, വിൽ ബി എന്നൊക്കെ. അപ്പം ഈ ഫംഗ്ഷൻ അറിയാവുന്നവർക്ക് മാത്രമേ ബി ഇ എന്ന് പറയുന്നതിൻ്റെ വിവിധ ഫോംസ് ആണ് ആം, ഈസ്, ആർ, വാസ്, വേർ, വിൽ ബി, മേ ബി, ഷാൽ ബി. ഇങ്ങനെ ഈ വരുന്ന വെർബുകളെല്ലാം ഈ വെർബ്. ഫോർ എക്സാമ്പിൾ, ഈ വിൽ ബി മാത്രം യൂസ് ചെയ്യുമല്ലോ. ഹി വിൽ ബി ദെയർ എന്ന് പറഞ്ഞാൽ അവൻ അവിടെ ആയിരിക്കും. ഹി വാസ് ഹിയർ, അവൻ അവിടെ ആയിരുന്നു. ഹി ഈസ് ഹിയർ, അവൻ ഇവിടെ ആണ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോം ആണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലെ പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കണം. വളരെ സിമ്പിളാണ്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന വാക്കുകൾ. പക്ഷെ ഇത് ബിയുടെ കുടുംബാംഗങ്ങളാണോ എന്നുള്ളത് ഒരു പക്ഷേ ഇപ്പോഴായിരിക്കും അറിയാൻ പോകുന്നത്. ആ ഒരു വ്യത്യാസമാണ്. അപ്പോൾ ആദ്യം നമുക്ക് പ്രസന്റ് ഫോമിൽ തന്നെ എടുക്കാം. ബി പ്രസന്റ് ഫോമിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഐ ആം, ഐയുടെ കൂടെ ആം വരും. ഐ ആം എ ടീച്ചർ, ഞാനൊരു ടീച്ചറാണ്. അവിടെ വേറൊന്നുമില്ല. ഐ ആം എ ടീച്ചർ. ആ ആം അവിടുത്തെ മെയിൻ വെർബ്, അവിടുത്തെ പൊസിഷനാണ് പറയുന്നത്. ഇനി അവൾ ഒരു ടീച്ചറാണെന്ന് പറഞ്ഞാൽ ഷീ ഈസ് എ ടീച്ചർ. ഷീ ഈസ് എ ടീച്ചർ. അല്ലെങ്കിൽ ഷീ ഈസ് ഹിയർ, അവൾ ഇവിടെയാണ്, ടീച്ചറാണ്. ഇനി സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലോ ദേ ആർ മൈ ഫ്രണ്ട്സ്. ദേ ആർ മൈ ഫ്രണ്ട്സ്. ആ സെന്റൻസിലെ വെർബ് എന്ന് പറയുന്നത് ആറാണ്. ആ ആർ പറയുന്നത് ഈ സബ്ജക്റ്റിന്റെ അവസ്ഥയാണ്. അപ്പോൾ ബി ഫോമിന്റെ വേരിയസ് ഫോംസ് എപ്പോഴും പറയുന്നത് ആ സബ്ജക്റ്റിന്റെ അവസ്ഥയാണ്. ഒന്നുകിൽ എന്താണ്, അല്ലെങ്കിൽ എവിടെയാണ്, അല്ലെങ്കിൽ എവിടെയായിരുന്നു. ഇനി പ്രസന്റ് ടെൻസിൽ നമ്മൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്ന ഇത് 3 ആം, ഈസ്, ആർ. വേറെ 2 കൂടിയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. എല്ലാം ശ്രദ്ധിക്കണം, ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഹീസ് ഹിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇവിടെയാണ്. അവൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇവിടെയാണെന്ന് പറയണമെങ്കിൽ ഹീസ് ഹിയർ ഫോർ 2 days എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ഗ്രാമറ്റിക്കലി അത് റോങ്. കാരണം അത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ഫോമിൽ പറയണം. അങ്ങനെ പറയുമ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് അവൻ ഇവിടെയാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഹി ഹാസ് ബീൻ ഹിയർ ഫോർ ദ ലാസ്റ്റ് 2 days. ഹി ഹാസ് ബീൻ ഹിയർ ഫോർ ദ ലാസ്റ്റ് 2 days. ഇനി അത് പ്ലൂറൽ ആണെങ്കിലോ ദേ ഹാവ് ബീൻ ഹിയർ ഫോർ ദ ലാസ്റ്റ് 2 days. അപ്പോൾ അവിടെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹാസ് ബീനും, സബ്ജക്റ്റ് പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ ഹാവ് ബീൻ ചേർക്കും. പിടിയിട്ടില്ല. അപ്പം പ്രസന്റ് ടെൻസിൽ പറയുന്നത് ആം വരും, ഈസ് വരും, ആർ വരും, ഹാസ് ബീൻ വരും, അല്ലെങ്കിൽ ഹാവ് ബീൻ വരും. ഈ 5 ഫോമാണ് ബിയുടെ. ഇനി നമുക്ക് പാസ്റ്റ് നോക്കാം. ബിയുടെ പാസ്റ്റ് ഫോം ഏതൊക്കെ? ബിയുടെ പാസ്റ്റ് ഫോം വരുന്നത് വാസും വേറും മാത്രമാണ്. പിന്നെ ഹാഡ് ബീനും വരും. നമുക്ക് തൽക്കാലം അതിലേക്ക് കടക്കേണ്ട, കാരണം ഡയറക്റ്റ് ഇൻഡയറക്റ്റിൻ്റെ ഒക്കെ നിയമങ്ങൾ പറയുന്നിടത്താണ് ഈ ഹാഡ് ബീൻ വരുന്നത്. അതുകൊണ്ട് തൽക്കാലം അതവിടെ നിൽക്കട്ടെ. നമുക്ക് ബേസിക് നമ്മളിപ്പം
ഫൗണ്ടേഷൻ പണിയുന്ന സമയത്ത് റൂഫിനെ പറ്റിയല്ലല്ലോ ചിന്തിക്കേണ്ടത്. അപ്പം നമുക്ക് ഫൗണ്ടേഷൻ ഉറപ്പിക്കാം. ഇവിടെ അവൻ ഇവിടെ ആയിരുന്നു നമുക്ക് പറയാം. അവൻ ഇവിടെ ആയിരുന്നു. ഹി വാസ് ഹിയർ. സിമ്പിൾ. ഹി വാസ് ഹിയർ. ഇനി അവർ ഇവിടെ ആയിരുന്നു എന്ന് പറയുമ്പോൾ ദേ വേർ ഹിയർ. ദേ വേർ ഹിയർ. അവിടെ വേറാണ് വെർബായിട്ട്. അപ്പം പ്രസന്റ് ആദ്യമേ പറഞ്ഞു, പാസ്റ്റ് കഴിഞ്ഞു. ഇനി ഫ്യൂച്ചറിൽ ബി ഫോം ഏതൊക്കെയാണ്? വിൽ ബി, മേ ബി, വിൽ ബി, മേ ബി. ഇങ്ങനെയാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ക്യാൻ ബിയും വരാം. അപ്പം അവൻ ഇവിടെ ആയിരിക്കും, നാളെ അവൻ ഇവിടെ ആയിരിക്കും എന്ന് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഹി വിൽ ബി ഹിയർ ടുമോറോ. അപ്പം പറയുന്നതാണ് ഉറപ്പുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് ഹി വിൽ ബി ഹിയർ ടുമോറോ. ഇനി ഉറപ്പ് കുറവാണെങ്കിലോ ഹി മേ ബി ഹിയർ ടുമോറോ. അവൻ നാളെ ഇവിടെ ഉണ്ടായേക്കാം, നാളെ ഇവിടെ കണ്ടേക്കാം. ഇതാണ് വിൽ ബിയും മേ ബിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പം മെയിനായിട്ട് ഇത്രയും ഫോംസ് ആണ്. അതായത് പ്രസൻറ്റിലെ 5 പാസ്റ്റിലെ 2, ഫ്യൂച്ചറിലെ ഈ 2, അതിനകത്ത് ക്യാൻ ബി വരാം. അപ്പോൾ വിൽ ബി മേ ബി ആണ് നമ്മൾ ഈ കൂട്ടത്തിൽ ശരിക്കും പഠിക്കുന്നത്. ചിലപ്പോൾ ഓർത്തിരിക്കുന്നത് ക്യാൻ ബി, ഹി ക്യാൻ ബി ഹിയർ. അവനിവിടെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ പറയും. അപ്പം ഇനി ഹി മേ ബി ഹിയറും ഹി ക്യാൻ ബി ഹിയർ എന്ന് പറഞ്ഞ് കീറി മുറിച്ച് നോക്കി കഴിഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. സോ ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. അപ്പോൾ നമുക്ക് ഹി വിൽ ബി ഹിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇവിടെ ആയിരിക്കും, നമ്മൾ ഉറപ്പോടുകൂടി പറയും. ഹി മേ ബി ഹിയർ, അവൻ ഇവിടെ ആയിരിക്കാം. ഇത്രയും. ഇനി വരുന്നതാണ് കണ്ടീഷണൽ. അതായത് നമ്മൾ നിഗമനത്തിൽ കൂടി പറയുന്ന കാര്യം. എങ്ങനെയൊക്കെ? ഉദാഹരണത്തിന് ഹി വുഡ് ഹാവ് ബീൻ ഹിയർ, അവൻ ഇവിടെ ആയിരുന്നേനെ. ഹി വുഡ് ഹാവ് ബീൻ ഹിയർ. നമ്മൾ കണ്ടീഷണൽ സെന്റൻസ് പറഞ്ഞപ്പോൾ അവിടെ ഇതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ടീഷണൽ സെന്റൻസിന്റെ വീഡിയോ കാണാത്തവർ ഒന്ന് കാണും. ഹി വുഡ് ഹാവ് ബീൻ ഹിയർ എന്ന് പറഞ്ഞാൽ അവൻ ഇവിടെ ആയിരുന്നേനെ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അവൻ ഇവിടെ ആയിരുന്നില്ല. പിന്നെ ഹി ഷുഡ് ഹാവ് ബീൻ ഹിയർ. ഹി ഷുഡ് ഹാവ് ബീൻ ഹിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇവിടെ ഉണ്ടായിരിക്കേണ്ടതായിരുന്നു, അവൻ്റെ ഉത്തരവാദിത്വമായിരുന്നു, പക്ഷെ അവൻ ഇവിടെ ഇല്ലായിരുന്നു. അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ പറയുന്നത് ഹി ഷുഡ് ഹാവ് ബീൻ ഹിയർ. പിന്നെ നമ്മൾ പറയും ഹി മൈറ്റ് ഹാവ് ബീൻ ഹിയർ. ഹി മൈറ്റ് ഹാവ് ബീൻ ഹിയർ എന്ന് പറഞ്ഞാൽ അവൻ ഇവിടെ ആയിരുന്നിരിക്കാം, അവൻ ഇവിടെ ആയിരുന്നിരിക്കാം. പറയുന്നതാണ് ഉറപ്പില്ല. അങ്ങനെ വരുമ്പോൾ പ്രോബബിലിറ്റി കുറയുന്നിടത്താണ് നമ്മൾ മേ ബിയും മൈറ്റ് ബിയും ഒക്കെ യൂസ്. ഹി മൈറ്റ് ഹാവ് ബീൻ ഹിയർ, അവൻ ഇവിടെ ആയിരുന്നിരിക്കാം. ഹി മസ്റ്റ് ഹാവ് ബീൻ ഹിയർ, അവൻ ഇവിടെ ആയിരുന്നിരിക്കും. സംസാരിക്കുന്നതാണ് വളരെ ഉറപ്പാണ്, അവൻ ഇവിടെ ആയിരുന്നിരിക്കും. ഇന്നലെ ഞാൻ അവിടെ ചെന്നപ്പോൾ അവൻ്റെ വീട്ടിൽ ഇല്ലായിരുന്നു. ഹി വാസ് നോട്ട് ദെയർ, ഹി മസ്റ്റ് ഹാവ് ബീൻ ഹിയർ, അവൻ ഇവിടെ ആയിരുന്നിരിക്കും. ഇത്രയാണ് ബി ഫോംസ്. നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ വക കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷേ ഈ ബിയും ഇതും തമ്മിൽ ബന്ധമുണ്ടെന്നുള്ളത് ഒരുപക്ഷെ വിചാരിച്ച് കാണത്തില്ല. അപ്പം ഇതുവരെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാക്കാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയമോ നിർദ്ദേശമോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. പിന്നെ ഈ പറയുന്ന ലെസൺസിൻ്റെ എല്ലാം ഒരു റിപ്പീറ്റേഷൻ ആവശ്യമാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ലെസണിലും പറഞ്ഞു, ഇത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഇതൊന്ന് ഡിസ്കസ് ചെയ്യണം. ഡിസ്കഷനിലാണ് നമുക്ക് അവർ ചിലപ്പോൾ ഒരു ചോദ്യം ചോദിക്കുമ്പോഴായിരിക്കും നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അപ്പം നമ്മൾ വീണ്ടും ഒന്നുകൂടെ അതിനെപ്പറ്റി ഒന്ന് നമുക്ക് വിട്ടുപോയ സംഗതി നമ്മൾ ഒന്നുകൂടെ ഒന്ന് നോക്കും. അപ്പം എത്രമാത്രം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നോ മറ്റുള്ളവരായിട്ട് അത്രയും നമ്മൾ ഇതൊന്ന് ഉറക്കുകയാണ് ചെയ്യുന്നത്. ഒപ്പം വായന വേണം, കേൾക്കുക വേണം. അപ്പം ഞാൻ പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്, അതൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് ആദ്യമായിട്ട് കാണുന്നവരോടും പറയുന്നത് ഓഡിയോ ബുക്സ് കേൾക്കണം. കാരണം കേൾവി വായനയാണ് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്. കേൾവി കേൾക്കണം, കേൾക്കുന്നതിനാണ് ഓഡിയോ ബുക്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ ഗുഡ് ബൈ. താങ്ക് യു വെരി മച്ച്.